വിദ്യാർത്ഥികളെ, +1 അറബിയിൽ 100-ൽ 100 മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗമാണിത്. ഒരു 5 പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി മുഴുവൻ ഭാഗങ്ങളും പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ A+ നേടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ കോളങ്ങളിൽ ഓരോ വ്യക്തികളുടെയും പേര്, മക്കാൻ വിലാദ, ജനനസ്ഥലം, ജിൻസിയ, നാഷണാലിറ്റി, അവരുടെ രാജ്യം, മുഅല്ലഫാത്ത് രചനകൾ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ശേഷം വരും. അതിന് ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അതിൻ്റെ ആൻസറായി. നമുക്ക് മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം. അദ്ദേഹം ജനിച്ചത് മക്കാനുൽ വിലാദ, ജനനസ്ഥലം ഉസ്യൂത്താണ്. ഉസ്യൂത്ത് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജിൻസിയ, രാജ്യം ഏതാണ്? ഹുവ ഷാഇറുൻ മിസ്രിയുൻ, അല്ലേ? മിസ്രിയായിട്ടുള്ള, ഈജിപ്തിനായിട്ടുള്ള കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രചനകളാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്, മുഅല്ലഫാത്ത്. ലയാലി സത്തീഹാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ പഠിക്കുക. ലയാലി സത്തീഹ് പഠിച്ചു. ദിവാനു ഹാഫിൽ, അൽ ബുഅസാ, അൽ മോജസു ഫി ഇൽമിൽ ഇഖ്തിസാദ്. ഒരു 4 കൃതിയുടെ പേര് പഠിക്കുക. ദിവാനു ഹാഫിൽ, അൽ ബുഅസാ, ലയാലി സത്തീഹ്, അൽ മോജസു ഫി ഇൽമിൽ ഇഖ്തിസാദ്. രണ്ടാമത്തെ ആളെ പേര് ഈലിയ അബു മാലി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം മുഹൈദസയാണ്. മുഹൈദസ. ഇദ്ദേഹം മഹജർ കവികളിൽപ്പെട്ടൊരു കവി കൂടിയാണ്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അല്ലേ? അദ്ദേഹം ലുബ്നാൻ, അദ്ദേഹത്തിൻ്റെ രാജ്യം ലബനാനാണ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്ത് രചനകൾ ഏതൊക്കെയാണ്? ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമായിലു, അൽ ജദാവിലു, അത്തിബുറു വത്തുറാബ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്തിബുറു വത്തുറാബ് എന്നാണ്. അതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ദീവാനു അബി മാലി. ഈ മോഡൽ എക്സാമിന് കൂടി ചോദിച്ച ചോദ്യമാണ് ഈലിയ അബു മാലിയുടെ ഗ്രന്ഥങ്ങൾ, മുഅല്ലഫാത്തുകൾ ഏതൊക്കെയാണ്. 4 ഗ്രന്ഥങ്ങളുടെ പേര് എഴുതുകയെന്ന് പറഞ്ഞിട്ട് എക്സാം ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് പറയൂ? ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമായിലു, അൽ ജദാബിലു, അത്തിബുറു വത്തുറാബ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിനൊരു മാഗസിൻ ഉണ്ടായിരുന്നു, മജല്ലയുണ്ടായിരുന്നു. ആ മജല്ല, ഈ മാഗസിൻ അറിയപ്പെട്ടിരുന്ന പേര് അസ്സമീർ എന്നാണ്. അസ്സമീർ എന്ന മാഗസിൻ്റെ ഉപജ്ഞാതാവും ആരാണ്? ഈലിയ അബു മാലിയാണ്. അടുത്ത ഇസ്മി എന്ന് പറയുന്നത്, അടുത്ത പേര് ഇബ്നു സീനയാണ്. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൽ വളരെ അവഗാഹമുള്ളൊരു പണ്ഡിതനാണ് ഇബ്നു സീന. അദ്ദേഹം മക്കാൻ വിലാദ, അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം ബുഖാറയിലാണ്. അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി, അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രചനയാണ് അൽ ഖാനൂനു ഫി തിബ്. എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അൽ ഖാനൂനു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇബ്നു സീനയാണ്, അല്ലേ? അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളാണ് വശിഫാ, വന്നജാത്ത്, വൽ ഹിദായ, വൽ ഇഷാറാത്ത്, വത്തൻബീഹാത്ത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രശസ്തമായതാണ് അൽ ഖാനൂനു ഫി തിബ്. അടുത്തത് വശിഫാ, അടുത്തത് വന്നജാത്ത്, അടുത്തത് വൽ ഹിദായ, വൽ ഇഷാറാത്ത്, വത്തൻബിഹാത്ത്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. അടുത്തത് നോക്കാം, ഇബ്രാഹിം നാജി. ഇബ്രാഹിം നാജിയുമായി ബന്ധപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിൻ്റെ മക്കാനുൽ വിലാദ, ജനനസ്ഥലം എവിടെയാണ്? അൽ ഖാഹിറ, ഖൈറോയിലാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം മിസ്രാണ്, ഈജിപ്താണ്. അപ്പോൾ
മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിമിൻ്റെയും ഇബ്രാഹിം നാജിയുടെയും രാജ്യം എന്ന ഏതാണ്? മിസ്റാണ്, ഈജിപ്താണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഇന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെ രചനകളാണത്? ഇവിടെ പറയുന്നത് അത്താഇറുൽ ജരീഹാണ്. അത്താഇറുൽ ജരീഹ്, അത്താഇറുൽ ജരീഹ്. അതേപോലെയുള്ള മറ്റു രചനകളാണ് വറാ അൽ ഗമാം, ലയാലിൽ ഖാഹിറ, ഫി മഅബദിൽ ലൈൽ. ഏതൊക്കെയാണ്? വറാ അൽ ഗമാം, ലയാലിൽ ഖാഹിറ, ഫി മഅബദിൽ ലൈൽ, അത്താഇറുൽ ജരീഹ്. ഇതൊക്കെയാണ് ഇബ്രാഹിം നാജിയുടെ ഗ്രന്ഥം. ഫിദാഉൻ ലിൽ വത്തൻ എന്ന കവിത എഴുതിയ വ്യക്തി കൂടിയാണ് ആരെ? ഇബ്രാഹിം നാജി. ക്ലിയർ അല്ലേ? നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഓരോ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൊടുക്കും. അത് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി നോക്കാം. മൻ വുലിദ ഫിൽ മുഹൈദസ. മുഹൈദസ ഗ്രാമത്തിൽ ജനിച്ച വ്യക്തി ആരാണോ? ആൻസർ വുലിദ ഇലിയ അബു മാലി ഫിൽ മുഹൈദസ. മുഹൈദസയിൽ ജനിച്ചതാരാ? ഇലിയ അബു മാലിയാണ്. അടുത്ത ചോദ്യം, മാ ജിൻസിയത്ത് ഇബ്നി സീന. ഇബ്നി സീനയുടെ രാജ്യമേതാണ്? ജിൻസിയത്ത് ഇബ്നി സീന ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. മൂന്നാമത്തത്, മൻ മുഅല്ലഫുൽ കിതാബി അത്താഇറുൽ ജരീഹ്. അത്താഇറുൽ ജരീഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ആരാണ്? ഇബ്രാഹിം നാജി. ഹുവ മുഅല്ലഫുൽ കിതാബ് അത്താഇറുൽ ജരീഹ്. അത്താഇറുൽ ജരീഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇബ്രാഹിം നാജി. മാ ഇസ്മു മുഅല്ലഫത്ത് ഇബ്നി സീന. ഇബ്നി സീനയുടെ ഗ്രന്ഥം അറിയപ്പെടുന്ന ഏത് പേരില്ല? അൽ ഖാനൂൻ ഫി തിബ്ബി എന്ന പേരിലാണ് അല്ലേ. അടുത്ത ചോദ്യം, മൻ വുലിദ ഫി ഉസ്യൂത്ത്. ഉസ്യൂത്തിൽ ജനിച്ച വ്യക്തി ആരാണ്? ഹാഫിൽ ഇബ്രാഹിമാണ്. ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഷാഇറുൻ നീൽ. പ്രധാനപ്പെട്ടതാണ് ഷാഇറുൻ നീൽ. അതൊക്കെ എത്ര പ്രാവശ്യം ചോദിച്ചു എന്ന് പഠിച്ചവൻക്കറിയാം. എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണലുണ്ട്. ഷാഇറുൻ നീൽ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. അടുത്തത്, ഫി അയ്യത്തി ദൗലത്തിൻ തഖഉൽ മദീനത്തുൽ ബുഖാറ. ബുഖാറ പട്ടണത്തിൽ ബുഖാറ എന്ന പട്ടണം ഏത് ദൗലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഏഴാമത്തെ ചോദ്യം, ലിമനൽ മുഅല്ലഫത്തു ലയാലി സത്തീഹ്. ലയാലി സത്തീഹ് എന്ന ഗ്രന്ഥം ആരുടേതാ? ഹാഫിദ് ഇബ്രാഹിമിൻ്റെതാണ്. ഇനി രണ്ടാളുകൾ മിസ്രിലാണ്. അതാരൊക്കെയാണെന്നാണ്. ആ രണ്ടാളുടെയും ജിൻസിയ മിസ്റാണ്. ആരൊക്കെയാണ് അവർ? ഹാഫിദ് ഇബ്രാഹിമും ഇബ്രാഹിം നാജിയും ഈജിപ്ഷ്യൻ കവികളാണ്. അറബി അർത്ഥം അറിയാത്തവർക്ക് പോലും മാർക്ക് ലഭിക്കുന്നൊരു ചോദ്യമാണിത്. നബീലിൻ്റെ സ്ഥാനത്ത് ആയിഷയെ വെച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. നബീലുമായി ബന്ധപ്പെട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ആയിഷയായാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നബീലാവുമ്പോൾ യദ്റുസു എന്ന് വരും. യസ്തൈഖിലു വയുസല്ലി വയത്തുലു വയദ്ഹബു യുഹിബ്ബു സുമലാഇഹി വസാതീദതിഹി വയഅമലു. പിന്നെ ഹുവ വന്നാൽ ഒരു പുരുഷനാണെങ്കിൽ യഫ്അലു യസ്തൈഖിലു അതേപോലെയുള്ള പദങ്ങളാണ് വരിക. ഇനി സ്ത്രീയാണെങ്കിൽ ഹിയ അല്ലെങ്കിൽ തദ്റുസു തസ്തൈഖിലു വതുസല്ലി വതതുലു വതദ്ഹബു തുഹിബ്ബു വതഅമലു വതുസല്ലി ഇങ്ങനെയുള്ള പദങ്ങളാണ് വരിക. കൂടാതെ പുരുഷൻ്റെത് സുമലാഇഹി എന്നുള്ളത് സ്ത്രീയുടേതാവുമ്പോൾ സുമലാഇഹ എന്ന് വരും. വഅസാതീദതിഹി എന്നത് പുരുഷന് വരുമ്പോൾ സ്ത്രീക്കാണെങ്കിൽ വഅസാതീദതിഹ എന്ന് വരും. ഇത്ര ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഇതിന് അർത്ഥം അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരിക്കൽ കൂടി പറയാണ്, പുരുഷൻ്റേതാണെങ്കിൽ യദ്റുസു യസ്തൈഖിലു വയുസല്ലി എന്ന് വരും. സ്ത്രീയുടേതാണെങ്കിൽ തസ്തൈഖിലു തുസല്ലി തദ്റുസു വതതുലു വതദ്ഹബു എന്ന് വരും. ഇതേപോലെയുള്ള ചോദ്യമാണ് വരിക. ഇനി നഹ്നു
എന്നുള്ള ഒരു മാറ്റം വരികയാണ്. നഹ്നു എന്നാണെങ്കിൽ ഫുള്ള് നദർസു നസ്തൈഖിലു വനുസല്ലി വനത്തുലു അങ്ങനെ വരും. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സിമ്പിളാണിത്. മാച്ച് ദ ഫോളോവിങ് ആണ്. കുറേ പ്രാവശ്യം ചോദിച്ച് മടുത്ത ചോദ്യങ്ങളാണിത്. ഇത് തെറ്റിക്കരുത് ഒരിക്കലും. കാരണം അത്രയും പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഇനിയും ചോദിക്കും. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ് ഹനാൻ ലഹാം. ഹനി അല്ലക്കും എഴുതിയത് ആരാണ്? ഹാഫിൽ ഇബ്രാഹിമാണ്. കം തഷ്തക്കി എഴുതിയത് ഇലിയ അബു മാലി. ഔഹനുൽ ബുയൂത്ത് ഇതൊരു ഖിസ്സത്തുൻ ജമീല, സുന്ദരമായിട്ടുള്ളൊരു ഖിസ്സയാണ്. വസിയത്ത് അബൂബക്കർ, അബൂബക്കറുല്ലാഹിൻ്റെ വസിയത്ത് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ദുർലാത്തുൻ സമീനത്തുൻ, മൊഴിമുത്തുകൾ എന്ന പേരിലാണ്. ഈ അബൂബക്കറുല്ലാഹിനു ആരോടാണ് വസിയത്ത് ചെയ്തിട്ടുള്ളത്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനോടാണ്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ചത് ഈ ദുർലാത്തുൻ സമീനത്തുമായി ബന്ധപ്പെട്ട് അബൂബക്കറുല്ലാഹിൻ്റെ 10 വസിയത്തുകളാണ്. ഇതായിരുന്നു എഴുതാൻ ചോദിച്ചിരുന്നത്. നോക്കാം ഒരിക്കൽ കൂടി. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂര്യ, ഹനി അലക്കും ഹാഫിദ് ഇബ്രാഹിം, കം തഷ്തക്കി ഇലിയ അബു മാലി, ഔഹനുൽ ബുയൂത്ത് ഖിസ്സത്തുൻ ജമീല, വസീത്ത് അബൂബക്കർ ദുർറാത്തുൻ സമീനത്തുൻ. ഇനി ചോദിക്കാം അബൂബക്കറുല്ലാഹിന് വസീത്ത് ചെയ്ത ആരോടാണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനോടാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. റത്തിബിൽ കലിമാത്തിൽ ആത്തിയ ഹത്താ തകൂന ജുംലത്തുൻ മുഫീദ. കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പദങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ജുംല ഉണ്ടാക്കാനാണ്. ഒന്നാമത്തെ നോക്കാം. അൽ മദ്രസത്തി മുഹമ്മദുൻ യദഹബു ഇല. മദ്രസാന സ്കൂൾ, മുഹമ്മദ് ഒരു പേരാണ്. യദഹബു പോകും, ഇല ലേക്ക്. ഒരു പദം ഉണ്ടാകുന്നു. യദഹബു മുഹമ്മദുൻ, മുഹമ്മദ് പോകുന്നു. ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പോകുന്നു. സിമ്പിളാണ്, എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമാണ് അല്ലേ. യദഹബു മുഹമ്മദുൻ. പിന്നെ യദഹബു മാലിയാണോ മുലാരിയാണോ? പറയൂ. മുലാരിയാണ് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം പിന്നെ ചോദിക്കാറുണ്ട്. മാലി, മുലാരി, അമ്ര, നഹി. ഇത് ശരിക്കും പഠിച്ചു വെക്കണം. ജലസ എന്നതിൻ്റെ മുലാരി എന്താണ്? യജ്ലിസു. അതിൻ്റെ അമ്ര ഇജ്ലിസ്. നഹി ലാ തജ്ലിസ്. ഇങ്ങനെ ചോദ്യം എക്സാമിന് വരാറുണ്ട്. നോക്കാം. അടുത്ത് നോക്കാം. അൽ ജരീദത്ത് പറഞ്ഞ പത്രം. സാലിം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. യക്രോ വായിക്കുന്നു. എങ്ങനെയാണ് നല്ലൊരു ജുംല ഉണ്ടാക്കുക? യക്രോ സാലിമുൽ ജരീദ. സാലിം പത്രം വായിക്കുന്നു. അടുത്തത് യൽഅബു പറഞ്ഞാൽ കളിക്കുന്നു. അൽ മദ്രസ സ്കൂള്. ഫിന എന്ന് പറഞ്ഞാൽ മുറ്റം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ. അദ്ദാരിസൂന പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. യൽഅബു ദാരിസൂന വിദ്യാർത്ഥികൾ കളിക്കുന്നു. ഫി ഫിന ഇൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റത്ത് വിദ്യാർത്ഥികൾ കളിക്കുന്നു. ഫി എന്നുള്ളത് ഹർഫാണ് അല്ലേ. ഇസ്മൈ ഫിയിലെ ഹർഫ് എക്സാമിന് ചോദിക്കും, അറിയില്ലേ? അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇസ്മ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരാളുടെ പേര് വരിക, അല്ലെങ്കിൽ അലിഫ്ലാം വരിക. അൽ ജരീദ ഇത് വന്നു കഴിഞ്ഞാൽ ഇസ്മിലാണ് ഉൾപ്പെടുക. അതേപോലെ തെൻവീന് വരിക. തെൻവീൻ എന്ന് പറഞ്ഞാൽ 2 ലൊമ്മ്, 2 കസറ്, 2 ഫത്ത്. ഉദാഹരണം ജാലിസൻ. സെൻ കണ്ട, സൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തോലിബൻ, തോലിബിൻ, ബുൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇസ്മാണ്. അടുത്തത് ലൊമീർ വന്നു കഴിഞ്ഞാൽ കും, ക, ഹോ, ഹ, അല്ലെങ്കിൽ ഹുവ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇസ്മാണ്. അങ്ങനെ തിരിച്ചറിയാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. മിൻ, ഇല, ഫി, അൻ, അൽവാവ് അല്ലേ. മറ്റൊരു പദം ചേർന്നാൽ മാത്രം അർത്ഥമുണ്ടാവുന്നതാണ് എന്ത്? ഹറഫ്. ഇനി ഫെയിൽ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഫെയിൽ യഫലോ, യജ്ലിസു, യഖ്റഉ, യദ്ഹബു, ഇതൊക്കെ ഫെയിലാണ്. ഈ ചോദ്യം ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് അൽ ഖിയമുൽ ഇൻസാനിയയിലും, ഖിയമുൽ ഇൻസാനി എന്ന് പറഞ്ഞാൽ മാനുഷിക വിഭവങ്ങൾ, അൽ മവാരിദ് ത്വബീഇയ്യ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ, അസൗറാത്ത് ദവാജനിയ എന്ന് പറഞ്ഞാൽ ഗാർഹിക സമ്പത്ത്. ഇതിൽ ഉൾപ്പെടുത്താനാണ് എക്സാമിന് ചോദിക്കാറുള്ളവർ. ഈ മോഡൽ എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കാം. അൽ ഖിയമുൽ ഇൻസാനിയ മാനുഷിക വിഭവങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ ഏതൊക്കെയാണ്? അൽ ഖിയമുൽ ഇൻസാനിയ മാനുഷിക മൂല്യങ്ങൾ ഏതൊക്കെയാണ്? അൽ അമാനത്ത് വിശ്വസ്തത, അസ്സിദ്ഖ് സത്യസന്ധത, അർ റഹ്മത്തു കാരുണ്യം, അർ റഅഫത്തു എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള പദമാണ് ദയ, അൽ ഹുബ് സ്നേഹം, അൽ മവദ്ദ എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം. ഇതൊക്കെ
എന്താ മാനുഷിക മൂല്യങ്ങളല്ലേ. ഇതിൽ 2-3 ഏതെങ്കിലും പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും, ഇതേപോലെ തന്നെ ചോദിക്കും. അമാനത്ത്, സിദ്ഖ്, റഹ്മത്ത്, റഅഫത്ത്, ഹുബ്ബ്, മവദ്ദത്ത്. ഇനി അൽ മവാരിദ് ത്വബീഇയ്യ, പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കൊടുത്തിട്ടുണ്ട്, അൽ മിൽഹു, ഉപ്പ് അല്ലേ, ഒരു പ്രകൃതി വിഭവമാണ്. അന്നഹ്ലു എന്ന് പറഞ്ഞാൽ ഈത്തപ്പന, അൽ മാ വെള്ളം, ഹവ എന്ന് പറഞ്ഞാൽ വായു, ഐനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി, ലിയാ പ്രകാശം. ഏതൊക്കെയാണ് പ്രകൃതി വിഭവങ്ങൾ? ഏതൊക്കെയാണ്? അൽ മിൽഹ് ഉപ്പ്, അന്നഹ്ൽ ഈന്തപ്പന, അൽ മാ വെള്ളം, അൽ ഹവ വായു, ഐനബ് മുന്തിരി, ലിയാ പ്രകാശം. ഇനി അസ്സർബത്ത് ദവാജിനിയ, ഗാർഹിക സമ്പത്തുകൾ ഏതൊക്കെയാണ്? അൽ ബക്കറ പശു, അഷാത്ത് ആട്, അദ്ദീക്ക് കോഴി, അൽ ബത്തത്ത് എന്ന് പറഞ്ഞാൽ താറാവ്. ഓക്കെ, ഗാർഹിക സമ്പത്തുകൾ ഏതൊക്കെയാണ്? ബക്കറ, ഷാത്ത്, ദീക്ക്, അൽ ബത്ത. പശു, ആട്, കോഴി, താറാവ്, ഇതൊക്കെയാണ് ഗാർഹിക സമ്പത്ത്. ഇത് ശരിക്കും പഠിച്ചു വെക്കണേ. ഈ ചോദ്യങ്ങളെല്ലാം എക്സാമിന് ചോദിച്ചതാണ്. ഇഖ്റഉൽ ഫിഖ്റത്തുൽ ആതിയ വ അജിബ് അനിൽ അസ്ഇലത്തില്ലതി തലീഹ. താഴെ ഒരു ഫിഖ്റ, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ചോദ്യങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതാനാണ്. ചിലപ്പോൾ ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാവും, അതിന് ചോദ്യങ്ങൾ എഴുതാനാവും ചോദിക്കുക. രണ്ടായാലും പഠിക്കുക. നോക്കാം. വുലിദത് ഹനാൻ ലഹാം ഫി ദിമഷ്ക് സന. ഹനാൻ ലഹാം ദമസ്കസിൽ 1943 ജനിച്ചത്. അബൂഹ, അവരുടെ പിതാവിൻ്റെ പേര് മുഹമ്മദ് സഅദി എന്നതാണ്. ഹിയ കാത്തിബത്തുൻ സൂരിയ, ഇവർ ഒരു സിറിയൻ എഴുത്തുകാരിയാണ്. വക്കാനത്ത് മുദരിസത്തുൻ ഫി ജാമിഅ അൽ മലിക് അബ്ദുൽ അസീസ് ലിൽ ബനാത്ത് ജിദ്ദ, ജിദ്ദയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറായിരുന്നു ഇവർ. ലഹ തഅലീഫാത്തുൻ കസീറത്തുൻ, ധാരാളം കൃതികൾ ഇവർ രചിച്ചിട്ടുണ്ട്. ഏതുപോലെ? മിലാദുൻ ജദീദുൻ, വശംസു വദ്ദിയഹ്, വജീലുൽ അത്തഷ്, വൈരിഹ, ഇതുപോലത്തും. അപ്പോൾ ഇവരുടെ കൃതികൾ ഇതൊക്കെയാണ് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഹനാൻ ലഹാമിൻ്റെ കൃതികൾ മിലാദുൻ ജദീദുൻ, വശംസു വദ്ദിയഹ്, ജീലുൽ അത്തഷ്, വജീലുൽ അത്തഷ്. ഏതൊക്കെയാണ്? മിലാദുൻ ജദീദുൻ, വശംസു വദ്ദിയഹ്, വജീലുൽ അത്തഷ്. എക്സാമിന് ചിലപ്പോൾ ഇവരുടെ കൃതികളായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കുക. ഏത് രീതിയിലാണെങ്കിലും ചോദിക്കാറുണ്ട്. നോക്കാം, ചോദ്യം നോക്കാം. ഐന ഉലിദത് ഹനാൻ ലഹാം, ഹനാൻ ലഹാം എവിടെയാണ് ജനിച്ചത്? ആൻസർ എന്താ? ഉലിദത് ഹനാൻ ലഹാം ഫി ദിമഷ്ക്, ഡമസ്കസിലാണ് ഹനാൻ ലഹാം ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മത ഉലിദത് ഹനാൻ ലഹാം, ഹനാൻ ലഹാം ജനിച്ചത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണ്, എപ്പോഴാണ്? മത്താറിന് എപ്പോഴാണ് അവർ ജനിച്ചത്, ആ വർഷമാണ് ചോദിക്കുന്നത് അല്ലേ. ഉലിദത് ഹനാൻ ലഹാം 1943 ഹനാൻ ലഹാം ജനിച്ചത്. അടുത്ത ചോദ്യം, മൻ ഹുവ വാലിദ് ഹനാൻ ലഹാം, അതിൽ മിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്, മൻ എന്നാണ്. മൻ ഹുവ വാലിദ് ഹനാൻ ലഹാം, ഹനാൻ ലഹാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മുഹമ്മദ് സഅദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാൻ എക്സാമിന് വന്നാൽ, ചോദ്യം തന്നിട്ടുണ്ട്, ആൻസർ ഉണ്ടാക്കാൻ തന്നാൽ വളരെ സിമ്പിളാണ്. ഈ ഐന വുലിദത് ഹനാൻ ലഹാം, ഈ ചോദ്യത്തിന് ശേഷമുള്ളതായിരിക്കും ഉത്തരം. ഉദാഹരണം പറഞ്ഞാൽ, ഐന വുലിദത് ഹനാൻ ലഹാം, ഹനാൻ ലഹാം എവിടെയാണ് ജനിച്ചത്? അടുത്ത പദം തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. വുലിദത് ഹനാൻ ലഹാം ഫി ദിമഷ്ക്. ആൻസർ മനസ്സിലായോ അല്ലേ? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ചോദ്യം ആദ്യമായിരിക്കും, അതിൻ്റെ ഉത്തരങ്ങൾ ആ ചോദ്യം കഴിഞ്ഞ ശേഷമുള്ളതായിരിക്കും അതിൻ്റെ ആൻസർ. ഈ ചോദ്യം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. ഡാഷ് നൗഫലുൽ കിതാബ, യഖ്റഉ നൗഫൽ കിതാബ, നൗഫൽ കിതാബ് വായിക്കുന്നു എന്നാണ് ആൻസർ അല്ലേ. അഖ്റഉ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുന്നു എന്നാണ്. യഖ്റഉ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ, അവൻ വായിക്കുന്നു. തഖ്റഉ എന്ന് പറഞ്ഞാൽ സ്ത്രീ വായിക്കുന്നു. ഇനി ഇവിടെ ഈ നൗഫലിന് പകരം ഒരു സ്ത്രീയാണെങ്കിൽ തഖ്റഉ എന്ന് പറയും. തഖ്റഉ ഖദീജ. ഓക്കെ, ഇവിടെ പുരുഷനായതുകൊണ്ട് യഖ്റഉ എന്ന് വന്നു. ശ്രദ്ധിക്കണേ, സ്ത്രീയാണെങ്കിൽ താ വരും, പുരുഷനാണെങ്കിൽ യാ വരും.
രണ്ടാമത്തെ ചോദ്യം, ഹാഫിദ് ഇബ്രാഹിം ഷാഇറുൻ. ഹാഫിദ് ഇബ്രാഹിം ഏത് രാജ്യത്തെ കവിയാണ്? മിസ്രിയുൻ അല്ലേ? മിസ്രി കവിയാണ് ആര്? ഷാഇർ ഇബ്രാഹിം. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരേതാണ്? ഷാഇറുൻ നീൽ. അടുത്ത ചോദ്യം, ഈലിയ അബു മാലി ഷാഇറുൻ ലുബനാനി. ലബനാൻ കവിയാണ് ഈലിയ അബു മാലി. ലഖിയ ബാബു വ മനോജ് റിഹാബിൽ മദ്രസ. ബാബു മനോജിനെ കണ്ടു എവിടെ? ഫി റിഹാബിൽ മദ്രസ. മദ്രസയുടെ മുറ്റത്തിൽ അല്ലേ? മുറ്റത്ത് വെച്ചു. ഈ എക്സാമിന് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നില്ലേ മോഡലിന്? കം തഷ്തക്കി എന്നുള്ളത് മൻദൂമൻ കവിതയാണ് അല്ലേ? അറിയാം. ആരുടേതാണെന്ന് കമൻ്റ് ചെയ്യുക. കം തഷ്തക്കി എന്നുള്ള കവിത മൻദൂം ആരുടേതാണ്? കമൻ്റ് ചെയ്യുക. ഇപ്പം തന്നെ പഠിച്ചതാണ്. ഹിവാർ എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം. തംസീലിയത്ത് എന്ന് പറഞ്ഞാൽ നാടകം. ഇവിടെ അബുൽ കലാം ആസാദിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്, അതിനെക്കുറിച്ച് എഴുതാനാണ്. അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ അഹമ്മദ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അബുൽ കലാം ആസാദിൻ്റെ മുഴുവൻ പേര്, വൺ വേർഡായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താ പേര്? മുഹിയുദ്ദീൻ അഹമ്മദാണ്. അൽ ലഖബ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് അബുൽ കലാം ആസാദ്. അപ്പോൾ അബുൽ കലാം ആസാദിൻ്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? മുഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ്. അതേപോലെ അൽ മൗലിദ്, അദ്ദേഹം ജനിച്ചത് മക്കത്തുൽ മുക്കറമ, പുണ്യമാക്കപ്പെട്ട മക്കയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച വർഷം ആമൽ മീലാദ്, ജനിച്ച വർഷമെന്നാണ് 1889 അദ്ദിറാസത്തുൽ ഇബ്തിദായിയ, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെ നിന്നാണ്? മിൻ ഉലമാഇ മക്ക, മക്കയിലെ പണ്ഡിതന്മാരിൽ നിന്നാണ്. അൽ മനാസിബ് എന്ന് പറഞ്ഞ പദവികൾ, അദ്ദേഹം വഹിച്ച പദവികൾ ഏതൊക്കെയാണ്? സഈമു ഹർക്കത്തുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ സമര നേതാവാണല്ലേ. റയീസു ഹിസ്ബിൽ മുഅ്തമിറിൽ ഹിന്ദി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായ വ്യക്തിയാണ് ആര്? അബുൽ കലാം ആസാദ്. പിന്നെയോ വസീറു തർബിയത്തുൽ അവ്വൽ ഫിൽ ഹിന്ദിൽ മുസ്തഖല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. വസീറു തർബിയ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയാണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അല്ലുഗാത്തുൽ മഅറൂഫ, അദ്ദേഹത്തിന് അറിയുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? അല്ലുഗാത്തുൽ അറബിയ വൽ ഫാരിസിയ വൽ ഉർദുവിയ വൽ ഹിന്ദിയ വൽ ഇംഗ്ലീസിയ. അറബി, പേർഷ്യ, ഉറുദു ഭാഷ, ഹിന്ദി ഭാഷ, ഇംഗ്ലീഷ്, എല്ലാ ഭാഷകളെയും ഇദ്ദേഹത്തിന് അറിയാവുന്നു. ഖിദ്മാത്ത്, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ. ഖിദ്മാത്തു തർബവിയ വസയാസിയ വല്ലിജിത്തിമായ, സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസമായിട്ടൊക്കെ ധാരാളം സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഡൽഹിയിലാണ്. ഏത് വർഷം? 1958. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനാണ്. ഇതേപോലെ ചെയ്യുക, കാണാതെ പഠിക്കുക കേട്ടോ. ഇത് പഠിക്കുക, ഇത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ രചനകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ രചനകൾ തർജുമാൻ ഖുർആൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ രചന, അദ്ദേഹത്തിൻ്റെ കൃതികൾ. പിന്നെയോ അൽ ഹിന്ദു തുലഫർ ബിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നതും ഇവരുടെ ഗ്രന്ഥമാണ്. പിന്നെ ഇതിൽ പറയുന്ന എന്താ? വസാറ വസീറു തർബിയത്തുൽ അവ്വൽ ഫിൽ ഹിന്ദിൽ മുസ്തഖല്ല, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. മൗലാന അബുൽ കലാം ആസാദ് സഈമുൻ മഷ്ഹൂറുൻ ഫിൽ ആലം, ലോകത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള നേതാവാണ് അബുൽ കലാം ആസാദ്. പുലിത ഫി മക്കത്തുൽ മുക്കറമ, മക്ക, പുണ്യമാക്കപ്പെട്ട മക്കയിലാണ് അദ്ദേഹം ജനിച്ചത് 1888. ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ്. ഓക്കെ. അബുൽ കലാം ആസാദ് ദറസ അവ്വലൻ ഇൻദ ഉലമായി മക്ക, മക്കയിലെ പണ്ഡിതന്മാരുടെ അടുത്ത് വെച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് പഠനം ആരംഭിച്ചത് അല്ലേ. ഇതൊക്കെയാണ് പറയുന്നത്, ഇത് പഠിച്ചു വെക്കുക. ഈ മോഡൽ എക്സാമിന് ചോദിച്ചൊരു മോഡൽ എക്സാമിന് ചോദിച്ചിങ്ങനെയായിരുന്നു, അബിൽ അസീസ് എന്നായിരുന്നു അല്ലേ, പ്രിയപ്പെട്ട പിതാവേ, ഒഹിബുക്ക എന്നായിരുന്നു ചോദിച്ചിരുന്നു. ഇവിടെ ഉമ്മിൽ അസീസ ഒഹിബുക്കി,
ഡിയർ മദർ ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഇതേപോലെ പഠിച്ചു വെച്ചോ. ചിലപ്പോൾ പിതാവിനെ ചോദിക്കാം അല്ലേ, അബി പിതാവ് അല്ലേ, പിതാവിനെ ചോദിക്കാം, ചിലപ്പോൾ ഉമ്മി. ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നിട്ടാണ് ട്രാൻസ്ലേഷൻ ചോദിക്കുക. എന്തായാലും ഒരു 4 ട്രാൻസ്ലേഷനെ വന്നത്. ഒന്ന് സിഹത്തിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ഹെൽത്തിനെ കുറിച്ച്. പിന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ട്രാൻസ്ലേഷൻ ചോദിക്കാം. മറ്റൊന്ന് മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി അല്ലേ, ഉസ്രത്തി സഈദത്ത് എന്നുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ ചോദിക്കാം. മറ്റൊന്ന് നമ്മൾ സാധാരണ പോലെ മർഹബൻ, വെൽക്കം, മുംതാസ്, എക്സലൻ, മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ, ഗുഡ് ബൈ, മഅസ്സലാമ, ഈ കാര്യങ്ങൾ. ഇത്രേ ട്രാൻസ്ലേഷൻ ചോദിക്കുള്ളൂ അല്ലേ. നോക്കാം. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, ഈ മോഡലിന് ചോദിച്ച ചോദ്യമാണ്. ഹാപ്പി ന്യൂ ഇയർ. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ. അന മഷ്ഗൂൽ ആൻ, ഐ ആം ബിസി നൗ. അന മഷ്ഗൂൽ ആൻ എന്ന് പറഞ്ഞാൽ ഐ ആം ബിസി നൗ. സൗഫ അത്തസിലു ബിക, ഐ വിൽ കോണ്ടാക്ട് യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് ബന്ധപ്പെടാം. ഞാനിപ്പോൾ ബിസിയാണ്, ഐ വിൽ കോണ്ടാക്ട് യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് ബന്ധപ്പെടാം. ഇത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, മലയാളം എഴുതി വെക്കരുത്. ഈദ് മുബാറക്ക് സഈദ, ഹാപ്പി ഈദ്. ഈദ് മുബാറക്ക്, ഹാപ്പി ഈദ്. തർജുമുൽ ഹിവാർ ആത്തി ലുഗത്തിൽ അറബി, അറബി ഭാഷയിലേക്ക് ഹിവാർ എഴുതാനാണ്, സംഭാഷണം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഗുഡ് മോർണിംഗ്, സബാഹ് ഖൈർ. ഗുഡ് മോർണിംഗ്, സബാഹ് നൂർ. ഹൗ ആർ യു, കൈഫ ഹാലുക്കി. ഇത് സ്ത്രീ ആയതുകൊണ്ടാണ് കൈഫ ഹാലുക്കി അല്ലെങ്കിൽ കൈഫ ഹാലുക്ക എന്നാണ് വരിക. പുരുഷനാണെങ്കിൽ കൈഫ ഹാലുക്ക. ഫൈൻ, സെയിൻ, അൽഹംദുലില്ലാ. ഹൂ ഇസ് വിത്ത് യു, മൻ മഅക്കി, നിൻ്റെ കൂടെ ആരാ ഉള്ളത്. ഹൂ ഇസ് വിത്ത് യു, നിൻ്റെ കൂടെ ആരാ ഉള്ളത്. മൻ മഅക്കി. ദിസ് ഈസ് മൈ മദർ, ഹാദിഹി ഉമ്മി, ഇതെൻ്റെ മാതാവാണ്, ഉമ്മയാണ്. ദിസ് ഈസ് മൈ മദർ, ഇതെൻ്റെ ഉമ്മയാണ്. സി യു, ഇലൽ ലിഖാ, സി എന്ന് പറഞ്ഞാൽ കാണാം. ഗുഡ് ബൈ, മഅസ്സലാമ. ഗുഡ് മോർണിംഗ്, സബാഹ് ഖൈർ. ഗുഡ് മോർണിംഗ്, സബാഹ് നൂർ. ഹൗ ആർ യു, കൈഫ ഹാലുക്. ഫൈൻ, സെയിൻ. ഹൂ ഇസ് വിത്ത് യു, മൻ മഅക്കി. ദിസ് ഈസ് മൈ മദർ, ഹാദിഹി ഉമ്മി. സി യു, ഇലൽ ലിഖാ, ഗുഡ് ബൈ, മഅസ്സലാമ. ഹിവാർ, ഏതെങ്കിലും ഒരു ഹിവാർ എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് എഴുതുന്നു, കൈഫൽ ഹാൽ എന്ന് എഴുതുന്നു, സെയിൻ അൽഹംദുലില്ലാ. വൻത യാ ഹബീബി എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുംതാസോ തൊയ്യീബ് ഖുവൈസ് മ്യാമിയ ഏതെങ്കിലും ഒരു പദം എഴുതുന്നു. ഇത്രയെങ്കിലും എഴുതി വെക്കുക. പിന്നെ ലാസ്റ്റ് ഇതേപോലെ ലിഖാ, മഅസ്സലാമ, ഫി അമാനില്ല, ശുക്രൻ, ഇതും കൂടി ചേർത്ത് വെച്ചാൽ തന്നെ 2-2.5 മാർക്ക് ലഭിക്കും. അപ്പോൾ ഏതൊരു സംഭാഷണം എന്തായാലും ഹിവാർ ചോദിക്കും. അപ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, സെയിൻ അൽഹംദുലില്ലാ. വൻത യാ ഹബീബിന്നോ, ഇല അയിന തദ്ഹബു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നോ എന്തെങ്കിലും ചോദിക്കാം. അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു. പിന്നെയോ ലാസ്റ്റ് ആവുമ്പോൾ ഇല ലിഖാ, സി യു എന്നോ, മഅസ്സലാമ, ഫി അമാനില്ല, ശുക്രൻ ജസീലൻ, ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താവും, ഒരു 3-3.5 മാർക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണിത്. അടുത്ത പാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ. ഓക്കെ, താങ്ക് യു.